ജോലി കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുകയാണ്, അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാലും കുറേ നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കണം. പല ആളുകളും ഇത് നോർമലായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഓഫീസ് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും ഒരു കാർഡിയോ വാസ്കുലർ ഹെൽത്തിന്റെ ഒരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ട്. അത് കാരണം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന പല ആളുകൾക്കും 45 വയസ്സാകുമ്പോഴേക്കും തന്നെ ഹാർട്ടിൽ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങണം. സങ്കടം എന്താണെന്ന് വെച്ചാൽ അതിൽ പലരും കുറേ കാലമായിട്ട് എക്സർസൈസും ജിമ്മൊക്കെ ചെയ്യുന്നുണ്ടാവും. എങ്കിൽ പോലും ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് ഇല്ലാതെ മണിക്കൂറുകളോളം കസാരയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരീരത്തിലും ഹൃദയത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 30 മിനിറ്റ് തുടർച്ചയായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ കാലിലേക്കുള്ള രക്തയോട്ടം വളരെയധികം മാറ്റം വരികയാണ്. അതുപോലെ തന്നെ രക്തത്തിൽ നിന്ന് കൊഴുപ്പ് വലിച്ചു മാറ്റുന്ന ലൈപ്പോപ്രോട്ടീൻ ലൈപ്പേസ് എന്ന് പറയുന്ന എൻസൈം 90% കുറയാണ്. അതുപോലെ മസിൽസ് ഗ്ലൂക്കോസിനെ ദഹിപ്പിക്കുന്ന ജോലി കുറയാണ്. അതുപോലെ രക്തധമനിക്കകത്തെ എൻഡോത്തീലിയം എന്ന് പറയുന്ന തൊലിയിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങണം. ഇനി 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കാം? ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണെങ്കിൽ മണിക്കൂറുകളോളം ഷുഗർ ഇങ്ങനെ കുത്തനെ നിൽക്കും. ട്രൈഗ്ലിസറൈഡ് കൂടും, നല്ല കൊളസ്ട്രോൾ HDL കുറയും, BP പതുക്കെ കൂടാൻ തുടങ്ങും, രക്തധമനികളുടെ സ്റ്റിഫ്നെസ് കട്ടി കൂടി തുടങ്ങും. ഇനി 6 മണിക്കൂറിന് അപ്പുറത്തേക്ക് ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് ഹൃദ്രോഗത്തിന്റെ റിസ്ക് 30% കൂടും, പ്രമേഹം വരാനുള്ള സാധ്യത 90% കൂടും, പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ 20% കൂടും, രക്തധമനികളുടെ പ്രായം പെട്ടെന്ന് വർദ്ധിക്കും. നമ്മുടെ ശരീരം സ്ഥിരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നല്ല. ഒരു 8 മണിക്കൂർ തുടർച്ചയായിട്ട് ഇരുന്നിട്ട് പിന്നെ 1 മണിക്കൂർ പോയിട്ട് നന്നായിട്ട് എക്സർസൈസ് ചെയ്തത് കൊണ്ട് മാത്രം ശരീരത്തിന് ഫലം കിട്ടില്ല. വന്നുപോയ ഡാമേജ് മാറിയില്ല. ഇതൊക്കെ കാരണമാണ് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഹൃദ്രോഗം വരുന്നത്, ചെറുപ്രായത്തിൽ ഡയബറ്റീസ് വരുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത്, മെറ്റബോളിക് സിൻഡ്രോം വരുന്നത്. ഇനി ഇത് മാറ്റിയെടുക്കാൻ മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ അരമണിക്കൂറിലും മൂവ്മെന്റ് ബ്രേക്ക് എടുക്കുക. ഒന്ന് എണീക്കുക, ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് നടക്കുക, സ്ട്രെച്ച് ചെയ്യുക, സ്ക്വാറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതുപോലെ ഫോണൊക്കെ വരികയാണെങ്കിൽ നടന്നുകൊണ്ട് സംസാരിക്കുക. ചില ആളുകൾക്ക് സ്റ്റാൻഡിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, നിന്നിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അരമണിക്കൂർ ഇരിക്കുക, അരമണിക്കൂർ നിന്നിട്ട് ഡെസ്കിൽ വർക്ക് ചെയ്യുക.